നൗ വി ആർ ഇൻ ദ ഡേ 3 ഓഫ് അവർ ഫിൻലാൻഡ് ട്രിപ്പ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ താമസിച്ചത്. ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ ടിക്ക എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇഗ്ലുവിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ടാക്സി വിളിച്ചിരിക്കുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം വാങ്ങിച്ചത്. എന്നിട്ട് രാത്രി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ കുക്ക് ചെയ്ത് കഴിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ രാവിലെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് 500 യൂറോ ആണ് ഈ ഊബറിൽ നമുക്ക് അവിടം വരെ പോകാനായിട്ടുള്ള ചാർജസ്. കുറച്ച് ദൂരെയാണ് നമ്മൾ ഇഗ്ലു ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. വി ആർ നോട്ട് ഏബിൾ ടു ഇമാജിൻ -30 yet. You are from basically? Originally from Afghanistan. But I was 3. My parents moved to here. So you don't have any connection with Afghanistan right now? Of course, I have Relatives? my aunts. Yeah, last year it was more than 6. This year it started in December. Last year was started. നമ്മുടെ ടാക്സി ഡ്രൈവർ കുറേ ഇൻഫർമേഷൻസ് തന്നു. ലാസ്റ്റ് ഇയർ 6 months ആയിരുന്നു. പിന്നെ ഈ ഇയറിൽ 6 months കൂടുതലുണ്ട് വിൻ്റർ ടൈം. പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20-30 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. ഞങ്ങൾ ഇഗ്ലു ബുക്ക് ചെയ്തിരിക്കുന്നത് സ്കൈ ഫെയർ വില്ലേജിലാണ്. റൊവേനാമി ലാപ്ലാൻഡിൽ നിന്ന് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട് ഊബറിൽ. ഇഗ്ലു ബുക്ക് ചെയ്തിരിക്കുന്നത് booking.com ത്രൂ ആണ്. 320 യൂറോ ആണ് ബുക്കിംഗ് ടൈമിൽ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ. ഇന്നലെ ഈവനിങ് മുതൽ ഈ സ്കൈ ഫെയർ വില്ലേജിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ പിക്കപ്പ് റൊവേനാമിൽ നിന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ അവർ പറഞ്ഞ കോസ്റ്റും പിന്നെ ഊബറിൻ്റെ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഊബർ എടുത്ത് പോകുന്നതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഓൺ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഊബറിൽ അവിടെ എത്തി. അതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ നടന്നു, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവരുടെ പാർക്കിംഗ് സ്പോട്ടിൽ സ്കൈ ഫെയർ വില്ലേജിൻ്റെ പാർക്കിംഗ് സ്പോട്ടിലെത്തി. ഇപ്പോൾ അവിടുന്ന് സ്കൈ ഫെയർ വില്ലേജിൻ്റെ ഇഗ്ലു ഹൗസ് ഇരിക്കുന്നിടത്തേക്ക് പോകുന്നതാണ്. അങ്ങോട്ടേക്ക് നമുക്ക് കാറിലൊന്നും പോകാൻ പറ്റില്ല. ഈ പോകുന്ന വണ്ടിയിലാണ് നമ്മളെ ഇവർ കൊണ്ടുപോകുന്നത്. ഈ മഞ്ഞിലൂടെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഇഗ്ലു ഹൗസിലേക്ക് എത്തുന്നത്. 2 സൈഡിലും പൈൻ മരങ്ങളുടെ ഇടയ്ക്കൂടെ നല്ല മഞ്ഞ് വീഴ്ച ഉള്ളപ്പോൾ ഈ വണ്ടിയിൽ നല്ല രസമാണ്. ഇയാൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഫൈനലി നമ്മൾ അവരുടെ ഗ്ലാസ് ഹൗസസ് ഇരിക്കുന്നിടത്തെത്തി. ഈ കാണുന്ന ഓരോ ടെൻറ്റുമാണ് ഓരോ ഗ്ലാസ് ഹൗസസ്. ഇഗ്ലു എന്ന് ശരിക്കും പറയാൻ പറ്റത്തില്ല, ആക്ച്വലി ഇത് ഗ്ലാസ് ഹൗസസ് ആണ്. ഇഗ്ലുവിലെത്തി. സ്കൈ ഫെയർ വില്ലേജ് ഇഗ്ലൂസിലാണ് നമ്മൾ റൂം ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇഗ്ലു നമുക്ക് ആകെ വഴിയിൽ കുറച്ച് വഴി തെറ്റിപ്പോയി. നമ്മൾ ഊബർ എടുത്തിട്ടാണ് ഇവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷെ ഊബർ നമ്മളെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. തണുപ്പത്തൊരു 45 minutes വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് നല്ല തണുത്ത് മരിക്കാനാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു വണ്ടി അയച്ച് അങ്ങനെ 15-20 minutes ആയിട്ട് നമ്മളിവിടെ എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കൈയും കാലും ഒക്കെ മരിച്ചു പോയി അവിടെ നിന്നിട്ട്. അങ്ങനെ നമ്മളിവിടെ വന്ന് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലേസ് തന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. 4 o'clock ആണ് ചെക്കിംഗ് ടൈം ഇഗ്ലുവിൽ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 2 o'clock ആണ്. ഇപ്പോൾ 2 മണിക്കൂറുടെ സമയമുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളൊന്ന് വാം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്ന് വാമായി റെഡി ആയിട്ട് വേണം നമ്മൾ പുറത്തൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. അതിൻ്റെ പുറത്ത് ലേക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതാണ്. സോ നെക്സ്റ്റ് പിന്നെ നമ്മളൊരു 2 മണിക്കൂറോളം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴേക്കും 4 മണിയായി. നമ്മുടെ റൂം റെഡിയായി. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്ലാസ് ഹൗസിനും ഓരോരോ പേരിട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് വൂൾഫ് എന്നുള്ള പേരുള്ള ഗ്ലാസ് ഹൗസാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് പോകുമ്പോൾ അവരുടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ നമ്മെ കാണിച്ചു തരും. ഇതാണ് റൂമിൻ്റെ അകത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. മുകളിലും സൈഡിലും ഗ്ലാസ്സസ് ആണ്. പിന്നെ ഒരു ബെഡ്റൂം, ഒരു ചെറിയ വാഷ്റൂം, റെയിൻഡിയറിൻ്റെ ഒരു പിക്ചറും അവിടെ വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് ഭയങ്കര എസ്തെറ്റിക് ലുക്കുള്ളൊരു റൂമാണ്. ചെറിയൊരു ലൈറ്റാണ് അപ്പോൾ ഉള്ളത്. പിന്നെ ചെറുതായിട്ട് തീ കായാൻ വേണ്ടിയിട്ട് തണുപ്പ് കുറയ്ക്കുന്ന ഒരു മെഷീനും കൂടെ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത്. You don't have the ducks anywhere, and don't do anything because then it's not working and then you feel cold. And okay, be careful. No, don't touch and don't put anything under the duck. Okay, and because we are here without electric, without running water, then things go
little bit different. Oh. Okay, and do you wanna use sauna? Sauna, maybe yes. Maybe yes. You have to make your own time that you can go to sauna. When you go to sauna, I come or somebody else come and show how it works because it's a little bit different without running water. Then we can show how it works. Sure. Yes, it's wood and heated sauna. It's very nice, relaxing place. Yeah, sure. We will try for that. Okay, thank you. Bye. See you. Thank you. സോനാബാത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ട് അവർ പോയി. പിന്നെ നമ്മൾ വൈകുന്നേരം 8 മണിക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക്. ഇതാണ് അവിടുത്തെ ഒരു ചെറിയ വാഷ്റൂം. അവർ പറഞ്ഞതുപോലെ റണ്ണിങ് വാട്ടറോ ഇലക്ട്രിസിറ്റിയോ അവിടെ ഇല്ല. ഒരു 13 ലിറ്റേഴ്സ് വാട്ടറിൻ്റെ ജാറ് പുറത്ത് വെച്ചിട്ട് അതിൽ നിന്ന് പൈപ്പിലൂടെ തന്നെയാണ് വെള്ളം വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അവരെവിടെ ജാറ് വെച്ചിരിക്കുന്നതെന്നൊന്നും. പിന്നെ വാഷ്റൂം എന്ന് പറയുന്നത് അവരൊരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് ക്ലോസറ്റിൻ്റെ അവിടെ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പ്ലാസ്റ്റിക് ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുന്നത്. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലെ സൈഡ് ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ആക്ച്വലി ഒരു ലേക്കാണ്. ആ ലേക്ക് ഫുള്ള് മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നതാണ്. ഒരു 13 സെൻറ്റിമീറ്റേഴ്സ് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. നമ്മൾ എന്തായാലും അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ തന്നെ കിച്ചൺ ഏരിയയിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഈ വെച്ചിരിക്കുന്നത് ആക്ച്വലി വഴിവിളക്കുകളാണ്. രാത്രിയാകുമ്പോൾ അത് തെളിക്കും. കാരണം ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ട് രാത്രിയിൽ വെട്ടം കാണുന്നത് ഈ ഒരു വിളക്കുകളിൽ നിന്ന് മാത്രമാണ്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കായുന്നിടത്ത് തന്നെ ആ തീയിൽ കെറ്റിൽ നിറച്ച് വെള്ളം വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വേണ്ടപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വന്ന് റൂമിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ലേക്കിലേക്കാണ്. മറ്റേ നമ്മളെ കൊണ്ടുവന്ന ആ വണ്ടിയില്ലേ തണുപ്പിലൂടെ ഇങ്ങനെ പോകുന്നത്, ആ വണ്ടിയിൽ പോകുന്ന വഴിയുടെ പാടുകളാണ് ഇപ്പോൾ കാണുന്നത്. ആ വഴിയിൽ നമ്മൾ നടന്ന് താഴെ ലേക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ലേക്കിൽ പോയിട്ട് വേണം നമുക്ക് മറ്റേ വെള്ളം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. കാരണം ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ലാത്ത രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ്. ചുറ്റും മഞ്ഞും മരങ്ങളും അതിൻ്റെ മേലെയുള്ള ഈ മഞ്ഞും കൂടെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അടുത്തേക്കൊക്കെ എത്തി. ഇന്ന് രാത്രിയിൽ ആക്ച്വലി നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുമെന്നാണ് അവർ നമ്മളെ അടുത്ത് പറയണത്. -20 to 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള സമയത്താണ് ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ഇഗ്ലൂ ഹൗസിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ അടുത്ത് ഇവർ വന്നപ്പം പറഞ്ഞത്. പക്ഷെ അത് എനിവേ എല്ലാവരുടെയും ലക്ക് അനുസരിച്ചിട്ട് കിട്ടുന്ന ഒരു സാധനം മാത്രമാണ്. നമ്മൾ അതും കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ വരുമ്പം തന്നെ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഓർത്തത് ലാപ്ലാൻഡിൽ വെച്ചിട്ട് റൊവാനാമിയിൽ വെച്ചിട്ട് കാണാൻ പറ്റുമെന്നാണ് ഓർത്തത്. പക്ഷെ അന്ന് ആക്ച്വലി വന്നിട്ടില്ലായിരുന്നു. ഇന്നോ അല്ലെങ്കിൽ നാളെയോ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ മഞ്ഞിൻ്റെ പുറത്തൂടെ ലേക്കിലേക്ക് ഇറങ്ങി നടക്കാം. ആ നടുക്കിരിക്കുന്നൊരു സ്നോമാനെ കണ്ടില്ലേ, ആരോ ഇറങ്ങി നടന്ന് പോയി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഇച്ചിരി ടെൻഷൻ ഉള്ളത് കൊണ്ടും ഇൻ കേസ് നമ്മൾ നടന്നവിടെ ചെല്ലുമ്പോൾ വെള്ളത്തിലെങ്ങാനും ആയി പോയാലെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്ത് പോയി നോക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് കുഴിച്ച് നോക്കി വെള്ളം കാണുന്നുണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയില്ല. അതായത് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആണ്, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ അതിനിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പൂൻ്റെ കുറച്ച് കലാപരമായ കഴിവുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്യാമറ വട്ടത്തിൽ കറക്കിയും തിരിച്ചും ഒക്കെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വൈകുന്നേരം 7-8 ഒക്കെ ആയപ്പോഴത്തേക്കും ഇരുട്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. ചെറുതായിട്ട് ലൈറ്റ് മങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഗ്ലാസ് ഹൗസിലേക്ക് കയറിപ്പോയി. നമ്മൾ ആഫ്റ്റർ സം ടൈംസ് വി ആർ ഗോയിങ് ഫോർ സോന. എക്സൈറ്റ്മെന്റ് ഇല്ലേ ഗൈസ്? ഇവിടെ എക്സൈറ്റ്മെന്റ് ഇല്ല. തൊട്ടപ്പുറത്താണ് സോനാബാത്തിന് പോകുന്നതെങ്കിൽ നമ്മൾ ഗ്ലൗസും ഫുൾ സെറ്റപ്പും ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലൗസ് എല്ലാം വീണ്ടും എടുത്തിടുവാണ്.
എന്നിട്ട് നമ്മളിപ്പോൾ സോനാബാത്തിന് പോകും. ഇപ്പോൾ ഒരു ഏകദേശം 9 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് പോകാനായിട്ട് റെഡി ആയത്. അവർ 8 മണി എന്ന് പറഞ്ഞെങ്കിൽ കൂടെ, കാരണം നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. ഇനി സോനാബാത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോസ് ഞങ്ങളുടെ കയ്യിലില്ല, കാരണം അവിടെ ഇരുട്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് റണ്ണിങ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളവും ഒരു പാത്രത്തിൽ ചൂടുവെള്ളവും വെച്ചിട്ട് നമുക്ക് തീ കായുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു വെറൈറ്റി സോനാബാത്താണ് ഞങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. അങ്ങനെ ടൗലൊക്കെ എടുത്ത് ഞങ്ങൾ സോന ചെയ്യാൻ പോയി. ഇന്നത്തെ ദിവസം സോനയും കൂടെ കഴിഞ്ഞു. നൗ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ഡേ 3. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഫുഡ് നേരത്തെ കൊണ്ടുവന്നത് കൊണ്ട് അതാണ് ഞങ്ങൾ ഇന്ന് രാത്രി കഴിച്ചത്. ഡിന്നർ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യണമെങ്കിൽ 160 euro ആണ് കോസ്റ്റ് ആയിരുന്നത്. കാണാൻ പറ്റില്ല, രാത്രി അതുകൊണ്ടാണ് ഓക്കെ ചെയ്തേക്കാണ് കേട്ടോ. കാരണം ഈ വഴിയിലും പുഴയിലും ഒരു വട്ടം പോകില്ല, വെറുതെ വെച്ചിട്ട് കാര്യമില്ല.